ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം. കട്ടൻ ചായ കുടിക്കുകയാണ്. കട്ടൻ ചായ, ചൂടുള്ള ചായയിൽ ഊതി ഊതി കുടിക്കണമെന്ന് ഗുപ്തൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഏതായാലും ഗുപ്തന് ഏതോ ആവട്ടെ. അപ്പം എല്ലൈറ്റിൻ്റെ കേക്കും കട്ടൻ ചായയാണ് കുടിക്കുക. കട്ടൻ ചായ പൊതുവെ മധുരം ലേശം കുറവാണ്. മധുരം ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടില്ലേന്ന് ചോദിച്ചാൽ ഇട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കേട്ടോ കുടിക്കുക. പ്രായമ്മിണിയായി. അപ്പോൾ ഇതാണ് ആ കേക്ക്. രസം കേട്ടോ. ചോക്ലേറ്റും പിന്നെ പൈനാപ്പിളും കൂടി ഫ്ലേവർ വരുന്നത്. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുകയെന്ന് വിചാരിച്ചു. ഷോപ്പിങ്ങിനെന്ന് വെച്ചാൽ ബാലുശ്ശേരി എൻ്റെ വകയിലൊരു മാമന് അങ്ങനെ തന്നെ പറയാം. എൻ്റെ വകയിലൊരു മാമന് ഒരു ഷോപ്പുണ്ട്, സൗന്ദര്യ എന്ന് പറഞ്ഞിട്ട്, ബാലുശ്ശേരി ടൗണിൽ തന്നെയാണ്. അപ്പം എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് ഇത് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സാധനങ്ങളൊക്കെ മറ്റേ സ്റ്റോക്ക് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ സാധനത്തിനൊക്കെ ഓഫർ ഇട്ടിട്ട് ഒരു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫറൊക്കെ പരിമിതമായിട്ടുള്ള ദിവസങ്ങളിലേക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ബസ്സിനാണല്ലോ എന്ന് കരുതിയിട്ട് മെല്ലെ ഒന്ന് സൈഡ് വലിഞ്ഞ്. അപ്പോൾ ഇന്നിപ്പം അരുൺ ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചിക്ക് പോരുമെന്ന് പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ കൊടിയേറ്റാണ്, എന്നാലും കുഴപ്പമില്ല പോയി വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പോരുകയാണെങ്കിൽ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ബൈക്ക് എടുത്തിട്ടാട്ടോ പോകുന്നത്, കാർ എടുത്തിട്ടൊന്നുമല്ല പോണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുളിക്കുകയാണ്. ദിവസം ഒരു 4-5 കുളി അല്ലേ, ഒരു 5 കുളിയെങ്കിലും മിനിമം. അതാണ് ഓൻ്റെ പോളിസി. ലീവുള്ള ദിവസം പുറത്തെങ്ങോട്ടെങ്കിലും പോവും, തിരിച്ചു വരും, കുളിക്കും, ഡ്രസ്സ് മാറ്റും, പുറത്തെങ്ങോട്ടെങ്കിലും പോവും, തിരിച്ചു വരും, കുളിക്കും, ഡ്രസ്സ് മാറ്റും, പോവും. ഈ പരിപാടിയാണ്. 4-5 കുളി ലീവിൻ്റെ പുറകെ കുത്തിരുന്ന് കുളിക്കും. ഇത് മാത്രമൊക്കെ കുളിച്ചാവും വെളുക്കൂലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ കുളിച്ച് വന്നിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ കൈമ പെയിൻ്റ് ആട്ടോ ഗൈസ്. ആരോ പെയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കൈമലാണ് പെയിൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വന്നിട്ടൊന്ന് ജസ്റ്റ് ചോദിച്ച് നോക്കട്ടെ. ഓക്കെ, അങ്ങനത്തെ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. കൂടെ പോരാന്ന് പറഞ്ഞു. ഒരു ഹൈ പറ. പക്ഷേ ഞാനൊന്ന് കയറട്ടെ. സ്റ്റെപ്പ് വെച്ച് കയറണം ഗൈസ്. സ്റ്റെപ്പ് വെച്ച് കയറണം. അമ്മാതിരിയാണ്. അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ പോയിട്ട് വരാം. അവിടെ എത്തിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് അയാളെന്ത് സ്പ്രേ അല്ലേ അടിച്ച് അയാൾ പാസ് ചെയ്ത് പോയതായി. എച്ചാതി സ്പ്രേ ഇതൊക്കെ എന്തിനടിക്കാന്ന് ആർക്കുണ്ടറിയാം. എങ്ങനെയാണ് കണക്ഷൻ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് പറ്റും. എങ്ങോട്ടോ വരുമ്പോൾ പോവുക ഗൈസ്. അല്ലല്ലോ, പാർട്ടി പരിപാടിയല്ല, അമ്പലത്തിലെ പരിപാടിയല്ല. അമ്പലത്തിലേതാണോ എനിക്ക് കണ്ടിട്ട് അമ്പലത്തെ പരിപാടി കാരണം ഒക്കെ എന്തായാലും അറിയില്ല. വളരെ
അമ്പലത്തിലെ പരിപാടിയാണ് കാണാനോ. എടത് അച്ഛാ പാൻറ് സാധനം എടുത്തു. നടക്ക് ഒരു ഷർട്ട് എടുത്തു, 2 ട്രാക്ക് സൂട്ടും. ചുരിദാറും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചു ചുരിദാറുണ്ട് കോളടിച്ചതുപോലെ. മോന് 2 ട്രാക്ക് സൂട്ടും എടുത്ത്, ഓനൊരു ഷർട്ടും എടുത്ത്. താഴെ പോണം, താഴെ ആ ബില്ല്. അപ്പം അങ്ങനെയാണ്. സാധനം കിട്ടി ഗൈസ്, കിട്ടി ബോധിച്ചു ഗൈസ്. ഇത് രസമുണ്ടല്ലേ ഈ താത്തട്ട ഡ്രസ്സ്. താത്തട്ട ഡ്രസ്സ് ആരടി താത്തൻ്റെ പാവട കുട്ടി എന്നപ്പാ കണ്ടോ ഡിസ്പ്ലേയിലുള്ള ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ഓക്കേ, ബില്ല് ചെയ്യട്ടെ. കാറില് ഒരു ഷിഫ്റ്റ് പോകുന്നാൽ എനിക്ക് ഹായ് തന്ന എന്റെ ഫാൻസാ. ഓക്കേ, തിരിച്ച് വീട്ടിലെത്തി. ഓന് അമ്പലത്തിൽ പോവാണ് ഗൈസ്. ഇങ്ങോട്ട് പോവാ. ഇവിടെ അമ്പലത്തിന്റെ ഉത്സവാട്ടോ. എവിടാ പോണു? എവിടാ പോണു? ഓനോന്റെ നാട്ടിൽ പോവാണല്ലേ. ഓനിപ്പോ പോയ ബൈക്ക് കണ്ടോ? അത് അവിടെ നിർത്തിയോ? ഇല്ല, പോയി. ആ ഒരു ബൈക്കിൻ്റെ ഒരു കഥ നിങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ. എന്താ വെച്ചാൽ ഈ ബൈക്ക് ഇറങ്ങിയ പാടക്കാന്ന് തോന്നുന്നു. ഒരിക്കൽ ഞാനും ഹസ്ബൻഡും കൂടിയും ബാലുശ്ശേരി കൂടെ പോകുന്ന സമയത്ത് ഒരു പയ്യൻ ഇത് ഓടിച്ചു കൊണ്ടുപോകുന്നു. ബാക്കിലൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് ഇതിനെക്കാട്ടിലും ഇപ്പോൾ ഉള്ള സീരീസിനെക്കാട്ടിലും കുറച്ച് ബാക്കിലത്തെ സീറ്റ് കുറച്ച് പൊങ്ങിക്കണ്ട. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാം, വളരെ ലുക്കാണല്ലോ R15 കാണാൻ വേണ്ടിയിട്ട്. R15 ആട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, അങ്ങനത്തേക്കൊരു ബൈക്ക് വാങ്ങാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, നമുക്കൊക്കെ പറ്റുമോ എന്ന് അന്ന് വർഷങ്ങൾക്കപ്പുറം ചിന്തിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ആ ഒരു ബൈക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളൊരു രീതിയിൽ നമ്മുടെ കയ്യിൽ വന്നപ്പം ഞാൻ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ അവന് ബൈക്ക്. മേടിച്ചിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു ഒക്ടോബറിലെങ്ങാനായിരുന്നു എൻ്റെ ഭാഗ്യമായിട്ട് മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ എന്താ പറയുക, മുതലാളിൻ്റെ വണ്ടി സ്വന്തം വണ്ടി എന്ന് പറഞ്ഞതിൻ്റെ അതിൽ അതൊക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് എടുക്കും കേട്ടോ. അതും കൊണ്ടിട്ട് ഈ ബൈക്കല്ല, ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ മുമ്പ് R15 തന്നെ വേറൊരു മോഡലായിട്ടുള്ളത്. അതും കൊണ്ടിട്ടൊക്കെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യായിരിക്കും. പുതിയ വണ്ടിയിലും കൊണ്ടുവരികയൊക്കെ ചെയ്ത് കിട്ടാം. പക്ഷേ സ്കൂളിലേക്ക് പോകാൻ കുറച്ച് ദൂരെയായിരിക്കും. അപ്പം അങ്ങോട്ടങ്ങനെ പോകില്ല. പക്ഷെ പഴയ വണ്ടിയെടുത്ത് ഞാൻ വീട്ടിലൊക്കെ പോകുമായിരുന്നു. എന്നിട്ട് പൂനൂർക്കുടിയൊക്കെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു നോട്ടാണല്ലോ, പെൺകുട്ടികൾ ബൈക്കും എടുത്ത് പോകുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതൊരു ചില പെൺകുട്ടികളൊക്കെ കണ്ടില്ല ബുള്ളറ്റൊക്കെ കൊണ്ടുപോകണം. അത് നാളെ ആളെക്കൊണ്ട് പറയിപ്പിച്ച് വാഹനം ഓടിക്കണം എന്നറിയില്ല. അതൊക്കെയാണ് ഞാൻ പോലുണ്ട് കേട്ടോ. ഇപ്പോഴായാലും
അങ്ങനെ പോവില്ല. 2 വീലറിൻ്റെ മുകളിലും പോവില്ല. ഫുള്ള് കാറെടുത്ത് അല്ലേ ബസ്സിന്, കാറില്ലേ ബസ്, അത്ര മാത്രം. അപ്പം അങ്ങനെയാണ്. അത് നമ്മളൊരു സ്വപ്ന ബൈക്കായിരുന്നു. അത് കയ്യിലെത്തിച്ചേരും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് ഞാൻ കാരണം ഒരാൾക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രൗഡ് മൊമെൻറ്റ്. അങ്ങനെയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു, തിരിച്ച് വീട്ടിൽ വന്നു. അവന് ഷർട്ടും മോന് 2 ട്രാക്ക് സൂട്ടുമാണ് എടുത്തത്. വേറെ ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത്ര കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് മുമ്പ് ഒരിക്കൽ ഇവരുടെ താമരശ്ശേരി ബനാറസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ വിറ്റ് വയ്ക്കുന്ന സമയത്ത് നല്ല ഡിസ്കൗണ്ടിൽ അടിപൊളി ചുരിദാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് പോയി നോക്കിയതായിരുന്നു, പക്ഷേ കളക്ഷനില്ല. അപ്പം അങ്ങനെയാണ്. ഈ കുട്ടി വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നുണക്കുയ്യല്ല കേട്ടോ ഗൈസ്. എല്ലാവരും വിചാരിക്കും നുണക്കുയ്യാണെന്ന്. പക്ഷേ എനിക്ക് നുണക്കുയ്യല്ല. പണ്ടങ്ങണ്ട് ഒരു കുരു ഉണ്ടായത്, ഇതുവരെ അതിൻ്റെ കല പോയില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ.